ഇപ്പൊ രേണു ആയാൽ പോലും എനിക്ക് അല്ലെങ്കിൽ രേണു ആയിരുന്നു പോണ്ടതെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ രേണുവിന് പോകണമായിരുന്നു. പക്ഷെ രേണുവിന് പോകണമായിരുന്നു എന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചേച്ചി തന്നെ വീണ്ടും ചോദിക്കുമ്പോ വേണ്ട എനിക്ക് ഇവിടെ നിന്നാ മതി എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിക്കും, അച്ഛൻ നമുക്ക് അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫെയിം വേണം, അല്ലെ കുറച്ച് ദിവസം കൂടെ നിന്നാൽ പേയ്മെന്റിന്റെ കാര്യം ആലോചിക്കുമ്പോഴായിരിക്കും അത് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂറും എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്, കരച്ചിലാണ്. സരിഗമേ എനിക്ക് പോണം സരിഗമേ. അപ്പൊ ഞാൻ എന്നിട്ട് സീരിയസ് ആയിട്ട് ഞാൻ ഇത് വിശ്വസിച്ച് ഞാൻ പറയാ നമുക്ക് എന്നാല് ഒരു ബിഗ് ബോസിനോട് ഞാൻ നേരിട്ട് പറയാം. അല്ലേ വേണ്ട മോനെ ഇപ്പൊ പോട്ടെ. അപ്പൊ എനിക്ക് തോന്നിയാൽ പെട്ടെന്ന് അപ്പൊ തോന്നുന്നുണ്ടാവും എന്ത് പൈസ പേയ്മെന്റ് അല്ലെ കുറച്ചും കൂടെ നിന്നാൽ എനിക്ക്. അപ്പൊ വീണ്ടും എങ്ങനെയാവും, വീണ്ടും അതായത് അവർ പറയുന്ന ഓരോ കഥകളും നമുക്ക് ഫീലാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞ എന്നാലും ഞാൻ പറയാം, അവരുടെ മോൻ സുധിച്ചേട്ടനെ TV-യിലാണ് കാണുന്നത്. എന്നാൽ സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ചേച്ചി ഞാൻ ഇപ്പം മോനോട് സംസാരിക്കുന്നില്ല, ഇതാക്കുന്നില്ല, എന്നെ TV-യിലാണ് കാണുന്നത്. അപ്പം എൻ്റെ മോൻ വിചാരിക്കുമോ ഞാനും മരിച്ചുപോയി. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം എന്നോട് പറഞ്ഞു, കാരണം അച്ഛൻ എന്ത് പറഞ്ഞു കൊടുക്കും, അച്ഛൻ അമ്മ എവിടെ നിൽക്കുമ്പോൾ ഇതാ, അച്ഛൻ എവിടെ ഇതാ. അപ്പം ഇവർ 2 പേരും മരിച്ചു പോയോ. അപ്പം ഞാൻ എന്ത് ചെയ്യും ചേച്ചി? അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ നമുക്ക് എന്നാൽ പോകാനുള്ള, ഞാൻ വേണേ ലാലേട്ടൻ വരുമ്പോൾ ഞാൻ സംസാരിക്കാം. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ഞാൻ പോലും എത്തി. എന്നാൽ ഇടയ്ക്ക് പറയും പോണ്ട. അപ്പം ഞാൻ ഇവരിന്നെ പൊട്ടത്തിയാക്കുന്നതാണോ അതോ ഉള്ളതാണോ? പിന്നെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇവർക്ക് വയ്യ.